നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശനി മംഗള യോഗം 2026 ഏപ്രിൽ 2-ാം തീയതി ചൊവ്വ മീനൻ രാശിയിലേക്ക് എത്തുകയാണ്. ചൊവ്വയുടെ പേരാണ് മംഗളൻ. ചൊവ്വ മീനൻ രാശിയിലേക്ക് എത്തുന്നതോടുകൂടി അഗ്നിമാരുത യോഗം ആരംഭിക്കുകയാണ്. ശനിക്ക് സമാനനായിട്ടുള്ള രാഹുവുമായിട്ട് കുംഭം രാശിയിലെ യോഗത്തിന് ശേഷമാണ് ചൊവ്വ മീനൻ രാശിയിലേക്ക് എത്തുന്നത്. കുംഭത്തിലെ അങ്കക്കലി എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങളെയും ഭാവിയിലായി യുദ്ധ സാഹചര്യങ്ങൾ തുടരുമോ എന്നുള്ളതുമൊക്കെയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള ഗ്രഹസ്ഥിതി പരിശോധിച്ചുള്ള വിശകലനത്തിന്റെ ഉദ്ദേശം. ഇത്തരം കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ തുടർന്ന് കാണുക. വിലപ്പെട്ട അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശനി മംഗളയോഗം 2026 പ്രപഞ്ചത്തിൽ ധാരാളം പ്രകമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് നമുക്ക് ഊളിയിട്ട് ആഴ്ന്നിറങ്ങി പരിശോധിക്കാം. ആകാശം വെറുമൊരു ശൂന്യതയല്ല, അത് ഭൂമിയുടെ വിധി എഴുതുന്ന ചാണക്യനാണ്. 2026 ഏപ്രിൽ 2-ന് ചൊവ്വ മീനം രാശിയിലേക്ക് എത്തുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്ന ശനി മംഗള സംയോഗം ലോകത്തെങ്ങും വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. ജ്യോതിഷപരമായി അങ്ങനെ തന്നെയാണ് ചിന്തിക്കേണ്ടത്. മന്ദസ്യ മന്ദഗതിത ക്രൂരദൃഷ്ടിർ മഹീസുത ഭൂകമ്പം ച മഹാഘോരം യുദ്ധഭീതിയും തദൈവച എന്നാണ്. ശനിയുടെ മന്ദഗതിയും ചൊവ്വയുടെ ക്രൂരദൃഷ്ടിയും, അതായത് വായുവും അഗ്നിയും ചേരുമ്പോൾ ഇപ്രകാരം അഗ്നിമാരുത യോഗം സംഭവിക്കുകയായി. ഈ ഒത്തുചേരൽ ഭൂമിയിൽ ഭീകരമായിട്ടുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമാകും. അതായത് ഭൂകമ്പങ്ങളും യുദ്ധഭീതിയും നിഴലിച്ചു നിൽക്കുമെന്നർത്ഥം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഘർഷങ്ങളും നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇതോടെ അവസാനിക്കുമോ? തുടർന്ന് ഇത് എത്ര കാലം നീണ്ടു നിൽക്കും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചൊവ്വയാകട്ടെ യുദ്ധത്തിന്റെയും അഗ്നിയുടെയും അധിപനാണ്. ശനിയാകട്ടെ കർമ്മത്തിന്റെയും നിയന്ത്രണത്തിന്റെയും കാരകഗ്രഹമാണ്. ഇത് രണ്ടും മീനം രാശിയിൽ ഒന്നിക്കുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ, അതായത് യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകാൻ തന്നെ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായേക്കാം. പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം തന്നെ ഈ ഗ്രഹനിലയുടെ സ്വാധീനത്തിലാണ് എന്ന് പറയാം. അടരാടാൻ വെമ്പുന്ന മന്നവരും അലയുന്ന ശാന്തിതൻ ദൂതരും വിദിതൻ വിരൽ തുമ്പിൽ വെറും കളിപ്പാവകൾ, രക്തം കൊതിക്കുന്ന സമരാങ്കണം. ജ്യോതിഷപ്രകാരമുള്ള ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശനിയും ചൊവ്വയും തമ്മിലുള്ള ഈ സംയോഗം ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ, അവിടെയുള്ള പാളികളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും അത് അഗ്നിപർവ്വതം പോലെയുള്ള അല്ലെങ്കിൽ ഭൂകമ്പം പോലെയുള്ള കാര്യങ്ങൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്തേക്കാം. പസഫിക് മേഖലയിലും ഹിമാലയൻ ഭാഗങ്ങളിലും വലിയ ഭൂകമ്പ സാധ്യതകൾ നിഴലിക്കുന്നു. ജലം, അഗ്നി, ഭൂമി എന്നീ 3 തത്വങ്ങളും ഒരുപോലെ പ്രക്ഷുബ്ധമാകുന്ന കാലമായിട്ട് ഇതിനെ നമുക്ക് കരുതാം. പൃഥ്വി പ്രകമ്പതേ യത്ര ശനി ഭൗമ സമാഗമേ ജനപദ വിനാശായ ദുർനിമിത്താനി ദൃശ്യതേ. ശനിയും ചൊവ്വയും ഒന്നിക്കുമ്പോൾ ഭൂമി പ്രകമ്പനം കൊള്ളുന്നു. ഇത് ജനപദങ്ങളുടെ നാശത്തിന് ഹേതുവാകുന്നു. ഈ ദുസ്സൂചനകളാണ് ജ്യോതിഷം സൂചിപ്പിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിഴലിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് തന്നെയാണ്. ഇതുവരെയും ഇവിടങ്ങളിൽ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. എല്ലാവർക്കും ശാന്തിയും സമാധാനവും അനിവാര്യമാണ്. ഇത് ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഒരു തിരുത്തലാകാം, കറക്ഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനുഷ്യ മനസ്സുകളുടെ തെറ്റായ ചിന്തകളെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ശനിയുടെയും ചൊവ്വയുടെയും ഈ സംയോഗം മീനം രാശിയിൽ നടക്കുന്നത് ഏതാനും നാളുകൾ മാത്രമാണ്. അതായത് ചൊവ്വ മീനം രാശിയിൽ നിൽക്കുന്നത് മെയ് മാസം 11-ാം തീയതി വരെയാണ്. ഏപ്രിൽ മാസം 2 മുതൽ മെയ് 11 വരെ, ഏകദേശം 40 ദിവസത്തോളം. ഈ കാലയളവിന് ശേഷം യുദ്ധം കെട്ടടങ്ങുമോ? എന്നാൽ ഗ്രഹനിലകൾ ആശങ്കപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴത്തിന്റെ
അതിചാരം അത് ഒട്ടൊന്നുമല്ല ലോകക്രമത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അഥവാ മനുഷ്യർക്ക് സ്വയം തിരുത്തലിനുള്ള അവസരമായി ഇതിന് കരുതേണ്ടിയിരിക്കുന്നു. യുദ്ധങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ സമാധാനം പുലരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയേക്കാം. അത് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. വ്യാഴത്തിന്റെ അതിചാരവും അഥവാ വസുന്ധര യോഗത്തിന്റെ ഫലങ്ങളും എത്ര നാൾ വരെ ആ സാഹചര്യങ്ങളൊക്കെ, അതായത് കറക്ഷനുള്ള അവസരങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ളതും മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ വീഡിയോയും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ആശങ്കയിൽ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി ഒരിക്കലും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം നിരവധി മനുഷ്യരെ ആശങ്കപ്പെടുത്തുകയും അല്ലെങ്കിൽ നിരവധി മനുഷ്യർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് യുദ്ധങ്ങൾ. ഒരിക്കലും എല്ലാ സമയത്തും യുദ്ധങ്ങളില്ലാതെ ശാന്തി, സമാധാനം ഇവയൊക്കെ പുലരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത്. ഗ്രഹനിലകളിലൊക്കെ ഒരു സൂചന മാത്രമാണ്. വേഗപൂർണമായിട്ടുള്ള ഇടപെടലുകളുടെയും കരുതലിലൂടെയും ദുരന്തങ്ങളെ അതിജീവിക്കാൻ മനുഷ്യരാശിക്ക് സാധിക്കണം. സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വീഡിയോ കണ്ട ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി വീണ്ടും കാണാം. നമസ്കാരം.